സമയമായി. സമയമായി എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ക്രൂസ് ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ജിജോ എന്ന വ്യക്തിയാണ്. താങ്കളുടെ ഒരു ഇത്രയും നാളുള്ളൊരു എക്സ്പീരിയൻസ്, ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഒരു മിക്സഡ് ഫീലിംഗ് ആണ് എപ്പോഴും. നമ്മൾ നാട് വിട്ട് നിൽക്കുന്നതാണ്, അതും പോരാഞ്ഞിട്ടൊരു ലോങ് കോൺട്രാക്റ്റാണ്. എപ്പോഴും ഒരു 8 മാസത്തെ ലോങ് കോൺട്രാക്റ്റ് കഴിഞ്ഞ് അതും സ്ട്രെയിറ്റ് വർക്കിംഗ് അവേഴ്സൊക്കെ ആയിട്ട് അങ്ങനെ കണ്ടിന്യൂ ആണ്. അപ്പോൾ നമുക്കൊരു എപ്പോഴും ഒരു മിക്സഡ് ഫീലിംഗ് ആയി. പിന്നെ ടുവേർഡ്സ് എൻഡ് ഓഫ് ദ കോൺട്രാക്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ ചെല്ലണം എന്നുള്ളൊരു ടെൻഡൻസി ആയിരിക്കും എപ്പോഴും. ഓക്കെ നമുക്ക് എവിടെയായിരുന്നാലും ഹോം സിക്നെസ് എന്ന് പറയുന്ന പോലെ തന്നെയാണ്, അത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് വീട്ടിലോട് സംസാരിക്കുക എന്താണ് മീഡിയം എല്ലാ ക്രൂസ് ഷിപ്പുകളും ഇപ്പം ഇൻ്റർനെറ്റൊക്കെ വെൽ എക്യുപ്ഡ് ആണ്. എന്നാലും ചില സമയത്ത് ചില റിമോട്ട് ഏരിയകളിലൊക്കെ പോകുമ്പോൾ ഈ സാറ്റലൈറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇൻ്റർനെറ്റിൽ ചിലപ്പം അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും ഇൻ്റർനെറ്റിൻ്റെ സ്പീഡും കാര്യങ്ങളും. എന്നാലും ഇപ്പോഴും ഞങ്ങൾക്ക് സ്റ്റാർലിങ്ങിൻ്റെ ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയാണ് ഇപ്പോൾ ഞങ്ങളുടെ കമ്പനി യൂസ് ചെയ്യുന്നത്. അപ്പം വലിയ തിരക്കേടില്ല, ഞങ്ങൾക്ക് വീട്ടിൽ കോൺടാക്ട് ചെയ്യാനും മറ്റ് സ്ട്രീമിംഗ് മീഡിയ ഒക്കെ യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഓക്കെ. പക്ഷേ ഇത് പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ആ ഒരു ഫെസിലിറ്റി വന്നതല്ലേ? ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇൻ്റർനെറ്റ് ഇത്രയും ഇതായിരുന്നില്ല. ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഈ കോളിംഗ് കാർഡ് എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ഒരു ലിമിറ്റഡ് ഒരു $10 $20 എനിക്ക് മറന്നു, 7-8 വർഷം മുമ്പത്തെ ഇതാണ്. ആ സമയത്ത് നമ്മൾ കാർഡ് വാങ്ങിച്ചിട്ട് ക്യാബിനകത്ത് ഉള്ള ടെലിഫോണിൽ നിന്ന് ഡയറക്റ്റ് നാട്ടിൽ വിളിക്കേണ്ട ഫെസിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അന്നേരം ഇൻ്റർനെറ്റ് എല്ലാം നമ്മൾ പേ ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഈ വാട്സപ്പൊക്കെ ഇപ്പോൾ കഴിഞ്ഞൊരു 1-1.5 വർഷമായിട്ടെല്ലാം വാട്സപ്പിൽ വോയിസ് മെസ്സേജ്, ടെക്സ്റ്റ് മെസ്സേജൊക്കെ കമ്പനി ഫ്രീ ആക്കിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ബാക്കി നമുക്ക് വീഡിയോ കോളോ അങ്ങനെ എന്തെങ്കിലും കോൾ ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിപ്പോഴും പേ ചെയ്യണം. പക്ഷേ റിലേറ്റീവ്ലി സ്മോൾ എമൗണ്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ക്രൂസ് ഷിപ്പിലെ വർക്ക് ലൈഫ് എങ്ങനെയാണ്? നമുക്ക് വർക്ക് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺട്രാക്ട് ലെങ്ത് ഫുള്ള് നിങ്ങൾ വർക്ക് ചെയ്ത്, നിങ്ങൾക്ക് ഡേ ഓഫോ അങ്ങനെ കാര്യങ്ങളുണ്ടാവില്ല. പക്ഷേ ഡിപ്പെൻസ് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പോൾ ഞാൻ ഹോട്ടൽ ബേസ്ഡ് ആണ് എൻ്റെ വർക്ക്. എനിക്ക് 7 months ആണ് ഞങ്ങളുടെ കോൺട്രാക്റ്റ് പറയുന്നത്. അപ്പോൾ ഈ 7 months ഞങ്ങൾ സ്ട്രെയിറ്റ് വർക്കാണ്. അപ്പം ഒരു ദിവസം 10 hours വർക്ക് ചെയ്ത ഒരു 8 months കണ്ടിന്യൂസ് ആയിരിക്കും ഞങ്ങളുടെ വർക്ക്. പക്ഷേ ഈ ഡെക്ക് ആൻഡ് എൻജിനിലോട്ടൊക്കെ പോകുമ്പം അവർക്ക് വീക്ക്ലി ചിലപ്പോൾ ഒരു ഹാഫ് ഡേക്ക് ലീവ് ഉണ്ടാവും. ഞങ്ങൾക്ക് അങ്ങനെ ലീവ് എടുക്കാനൊന്നും പറ്റില്ല, കാരണം ഞങ്ങൾ ഗസ്റ്റ് ഓറിയൻറ്റഡ് ആണ് ഞങ്ങളുടെ വർക്ക്. ഓക്കെ. അപ്പം ഇത് ഈ ഷിപ്പിലെ ജോലി, ക്രൂസ് ഷിപ്പിലെ ജോലി മടുപ്പിക്കുന്നതാണോ? അല്ല, അങ്ങനെ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എൻ്റെ ഫസ്റ്റ് കോൺട്രാക്റ്റ് പോകുമ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത് ഇനി ഞാൻ വരത്തില്ല, ഇനി ഇതെൻ്റെ അവസാനത്തേതാണെന്ന്. പക്ഷേ അതിനുശേഷം ഞാനൊരു 7-8 കോൺട്രാക്റ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് വർക്ക്. എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇതിനടക്കം ഒരുപാട് ലാൻഡ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവല്ലോ, ഒരുപാട് രാജ്യങ്ങൾ പോയിട്ടുണ്ടാവും. അതിലേത് രാജ്യമായിരിക്കും ഒരുപാട് ഇഷ്ടം ഇപ്പോഴും തോന്നിക്കണം, ഒന്നുകൂടെ പോകണമെന്ന് തോന്നിച്ചാൽ? ഇഷ്ടം എനിക്ക് അങ്ങനെ 2 സ്ഥലങ്ങളാണ് എപ്പോഴും എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഒന്ന് നെതർലൻഡ്സിലെ ഒരു ഗ്രോണിങ്ങൻ എന്ന് പറഞ്ഞൊരു റീജിയനിലാണ് ഞങ്ങളുടെ ഷിപ്പ് അവിടെ കിടപ്പുണ്ടായിരുന്നു. ഒരു മാസം ഒരു പുതിയ ഷിപ്പ് പ്രീ ഓപ്പണിങ്ങിന് പോയതായിരുന്നു. രണ്ടാമത് അലാസ്ക ഒരു 2 തവണ ഞാൻ പോയിട്ടുണ്ട്. 2 കോൺട്രാക്റ്റ്. എൻ്റെ ഫസ്റ്റ് കോൺട്രാക്റ്റും അലാസ്കയിലായിരുന്നു. പിന്നെ ഒരു 5-6 വർഷത്തിന് ശേഷം ഞാൻ ഒരു തവണ കൂടെ പോയി. അലാസ്ക ഒരു ഡിഫറെൻറ്റ് വേൾഡ്. ഈ യാത്ര എങ്ങനെയാണ്? ഒരു ചിലവേറിയതാണോ? നമ്മുടെ ക്രൂസ് ഷിപ്പിലെ പാസഞ്ചേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഡിപ്പെൻസ്. കാരണം ഒരു ബിസിനസ്സിൽ പല കാറ്റഗറി ആൾക്കാരെ എയിം ചെയ്തായിരിക്കും ഒരു ബിസിനസ് നടത്തുന്നത്. ഇപ്പം കാർണിവൽ, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര് കാർണിവൽ ക്രൂസ് ലൈനാണ്. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ക്രൂസിങ് എന്നുള്ളതാണ്. അതുകൊണ്ട് കാർണിവലിൻ്റെ ക്രൂസുകൾ അങ്ങനെ അത്രയും എക്സ്പെൻസീവ് അല്ല എന്നാണ് ഇതുവരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ. ഇപ്പോൾ നമുക്ക് ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ എയർപോർട്ടിൽ വർക്ക് ചെയ്യാം, ക്രൂസിൽ വർക്ക് ചെയ്യാം, നേവി വർക്ക് ചെയ്യാം, അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ ഷിപ്പിൽ, ക്രൂസിൽ ഇന്നും നമ്മുടെ തലമുറയിൽ പുതിയ ആൾക്കാർ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഞാനത് എൻകറേജ് ചെയ്യുക, അങ്ങനെ ഡിസ്കറേജ് ചെയ്യുക, എൻകറേജ് ചെയ്യത്തില്ല. പക്ഷേ
ഇറ്റ്സ് നോട്ട് എവറിബഡീസ് കപ്പ് ഓഫ് ടീ. അതേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി നല്ല സ്ട്രോങ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വർക്ക് അവേഴ്സ് അതെല്ലാം ഡിഫറെൻ്റ് ആണ്, ലാൻഡ് ബേസ്ഡ് അല്ല. അപ്പം നിങ്ങൾ വർക്കിൻ്റെ റിസ്ക് ഹൈ ആണ്, അതുപോലെ സ്ട്രെസ് ഉണ്ടാവും. ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഒരുപാട് പേര് റിസൈൻ ചെയ്ത് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ്. അപ്പോൾ സമയമെടുക്കും, എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റായി വരാൻ സമയമെടുക്കും. അപ്പോൾ ആ സമയം എടുക്കുന്നതിനൊപ്പം നമ്മൾ പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് റിസൈൻ ചെയ്ത് പോകേണ്ടി വരും. നമ്മൾ അത്രയും കംഫർട്ട് അല്ലെങ്കിൽ നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു മനസ്സുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ജോലി കയറാനായിട്ട് എങ്ങനെ ഒരു വഴി മാർഗം? നമുക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ കമ്പനിയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക്, കാരണം അത് മാത്രമേ അങ്ങനെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ കമ്പനി ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് എല്ലാം. കമ്പനി സൈറ്റിൽ കയറി ഓപ്പണിംഗ് ഉള്ള പൊസിഷൻസിന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂ 2-3 സ്റ്റേജ് ഉണ്ടാവും. അത് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങൾ അങ്ങനെ പോകും. ഇതിൻ്റെ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കമ്പനി ഒന്നും ചാർജ് ചെയ്യത്തില്ല. നിങ്ങളുടെ A to Z എക്സ്പെൻസസ് എല്ലാം കമ്പനിയാണ് നോക്കുന്നത്. പക്ഷേ ഔട്ട്സൈഡ് വേറെ കമ്പനികൾക്ക് വേണ്ടി ഹയർ ചെയ്യുന്ന മാനിങ് ഏജൻസീസ് ഉണ്ട്, മുംബൈ ബേസ്ഡ് ആയിട്ട്. ഇപ്പം ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ് 2018 ഞാൻ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ആ സമയത്ത് പോയത് ഇൻഡസ് ക്രൂസ് എന്ന് പറഞ്ഞിട്ടൊരു ഏജൻസി ത്രൂ ആയിരുന്നു. അവർ ചെന്നൈയിലായിരുന്നു അവരുടെ ഓഫീസ്. ഇപ്പോൾ ആ ഏജൻസി കാർണിവലിന് വേണ്ടി ഹയർ ചെയ്യുന്നില്ല. ഇപ്പോൾ 2015 എന്ന് പറയുമ്പോഴേക്കും 2018, അപ്പോൾ 6 വർഷമായി അല്ലേ? 8 വർഷമായി. 8 വർഷം ആകുന്നു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു പാസഞ്ചേഴ്സിനൊരു അപകടം വന്നാൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രീ പ്രിപ്പറേഷൻ? അത് പരമാവധി അത് അവോയ്ഡ് ചെയ്യണം. കാരണം ഇത് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി സേഫ്റ്റി അതാണ് ഒരു ക്രൂസ് ഷിപ്പിൽ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. നിങ്ങൾ വർക്കിനേക്കാളും ഇമ്പോർട്ടൻസ് നിങ്ങളുടെ സെക്യൂരിറ്റിക്കും സേഫ്റ്റിക്കുമാണ്. അപ്പോൾ നിങ്ങളുടെ സറൗണ്ടിങ് നിങ്ങൾ സേഫായിട്ടിരുന്നാലേ നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാരും സേഫായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കിപ്പം ഫോർ എക്സാമ്പിൾ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഷിപ്പിൽ ഡ്രില്ലുണ്ടാവും, ഫുൾ അബണ്ടൻറ്റ് ഷിപ്പ് ഡ്രിൽ. അപ്പോൾ ഇതെല്ലാവരും മാൻഡേറ്ററി ആയിട്ട് പങ്കെടുക്കണം. ഗസ്റ്റ് അവിടെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എക്സംഷൻസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ലിസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് പരമാവധി ആൾക്കാർ ഡ്രിൽ അറ്റൻഡ് ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ കോസ്റ്റ് ഗാർഡിൻ്റെ ഇൻസ്പെക്ഷൻ ഉണ്ടാവും എവറി 6 months. ആ കോസ്റ്റ് ഗാർഡ് ഇൻസ്പെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫെയിലായി കഴിഞ്ഞാൽ ഷിപ്പ് സെയിൽ ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈഫിൽ നമ്മളിപ്പോൾ ഇനിയിപ്പം 6 മാസം ജോലി, 6 മാസം അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടോ? 6 മാസം ജോലി, 6 മാസം വീട്ടിലിരിക്കുക?